ഹായ് ഫ്രണ്ട്സ്, പൂനെ മല്ലൂസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണവ തോരനാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി കണവ നല്ലതുപോലെ വൃത്തിയായി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിൽ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് രീതിയിലും കട്ട് ചെയ്യാവുന്നതാണ്. ചില സ്ഥലങ്ങളിൽ കണവയ്ക്ക് കൂന്തൽ എന്ന പേരുമുണ്ട്. ഇനി കണവ തോരൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ തേങ്ങ കുറച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചെറുതായിട്ട് മുറിച്ചത്, കറിവേപ്പില, പച്ചമുളക്, സവാള, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് വേണ്ട മസാലപ്പൊടികൾ ഏതൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം. കണവ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലാണ് കണവ വേവിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ വെള്ളം ഒഴിക്കാൻ പാടില്ല. കണവ വേവുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ വേണം വേവിക്കാൻ. ഈ കണവ വേവിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് ഇത്രയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം കുക്കറിലിട്ട് വേവിക്കാൻ. അപ്പോൾ വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് എരിവും ഉപ്പും എല്ലാം നല്ലതുപോലെ പിടിക്കുന്നതാണ്. കുക്കറിൽ വേവിക്കുമ്പോൾ ആദ്യം ഒരു വിസിൽ കേട്ടതിന് ശേഷം 5 മിനിറ്റ് സിമ്മിലിടുക. പിന്നെ ഒരു 3 വിസിലും കൂടെ കേൾക്കുമ്പോൾ വെന്ത് കിട്ടുന്നതാണ്. ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ കണവയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് കുരുമുളക് പൊടി ഇത്രയിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ചെറിയ ജീരകം ചേർത്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ചെറിയ ജീരകം ചേർക്കുന്നത്. ഇതുപോലെ നോൺ വെജ് തോരൻ, ചിക്കൻ തോരനോ അതുപോലുള്ള കണവ തോരൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറിയ ജീരകം ചേർക്കാറില്ല. അടുത്തത് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ഇപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില. ഇനി അടുത്തത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോൾ ഈ തേങ്ങ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ ചെറിയ ഉള്ളി കൂടി എടുത്താൽ നന്നായിരിക്കും. ഞാൻ ഇവിടെ സവാള മാത്രമേ എടുക്കുന്നുള്ളൂ. ചെറിയ ഉള്ളി ഇട്ടാലും നന്നായിരിക്കും, കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. തോരനായതുകൊണ്ട് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല. നമുക്കിതെല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇവിടെ ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നെടുവേ കീറിയിട്ടേക്കുവാണ്. എരിവ് കൂടുതലാണെങ്കിൽ ഇവിടെ കൊച്ചുങ്ങൾ കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പച്ചമുളകൊന്നും എടുക്കാത്തത്. അവരവരുടെ എരിവനുസരിച്ച് പച്ചമുളകോ കുരുമുളകോ എരിവനുസരിച്ച് കൂട്ടിയാൽ നല്ലതായിരിക്കും. ഞാൻ ഇവിടുത്തെ എൻ്റെ മക്കൾക്കൂടെ കഴിക്കത്തക്ക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ഇത് നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അടുത്തത് വെളുത്തുള്ളി. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളക് ഇതെല്ലാം നല്ലതുപോലെ വാടി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കണവയ്ക്കകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ഇട്ടത്. പിന്നെ അവസാനം ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഉള്ളിയും തേങ്ങയും എല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണവ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ചുപോലെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇത് കണവയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണവ വേവിക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. കണവ നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കണവയും അരപ്പും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് തോന്നു വരാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ അമുക്കി വെച്ച് കൊടുക്കാം. ഇനി ഉപ്പെല്ലാം പാകത്തിനാണോ ഒന്ന് നോക്കാം. കറക്റ്റിന് ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഇതിനകത്തുള്ള എല്ലാ വെള്ളവും വറ്റുന്നത് വരെ കുറച്ച് നേരം ഒന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ കണവ തോരൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.